കുമ്മനം രാജശേഖരൻ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുത്ത് എംഎൽഎ എന്ന നിലയിൽ എറണാകുളം സെന്റ് തെരേസാസ് കോളേജിൽ നടന്ന പരിപാടിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കുമ്മനത്തെ ഉൾപ്പെടുത്തിയത് എംഎൽഎ എന്ന പേരിലാണ്. സംസ്ഥാനത്ത് പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടികളിൽ പ്രോട്ടോകോൾ ലംഘിച്ച് ബി.ജെ.പി. അധ്യക്ഷനെ പങ്കെടുപ്പിച്ചത് എംഎൽഎ എന്ന നിലയിലാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് തൃക്കാക്കര എംഎൽഎ പി.ടി. തോമസിനെ ഒഴിവാക്കി എംഎൽഎ എന്ന നിലയിൽ കുമ്മനം രാജശേഖരന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കിയത്. പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുന്ന ചടങ്ങിലും സെന്റ് തെരേസസിലെ പരിപാടിയിലുമാണ് എംഎൽഎ എന്ന നിലയിൽ കുമ്മനത്തെ ഉൾപ്പെടുത്തിയത്. 16-ാം തീയതിയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ അണ്ടർ സെക്രട്ടറി പുഷ്പേന്ദ്ര കൗർ ശർമ്മ SBG IG-ക്ക് പരിപാടികളിൽ പങ്കെടുക്കുന്നവരുടെ പട്ടിക കൈമാറിയത്. ഈ പട്ടികയിലാണ് കുമ്മനത്തെ MLA എന്ന നിലയിൽ തിരികെ കയറ്റിയത്. സുരക്ഷയുടെ ഭാഗമായി SBG ആവശ്യപ്പെടുന്ന വാഹനങ്ങൾ കൈമാറുക മാത്രമാണ് സംസ്ഥാന പോലീസിന്റെ ചുമതല. ഇതിൽ യാത്ര ചെയ്യുന്നവരെ നിശ്ചയിക്കുന്നതും സുരക്ഷാ ചുമതലയുള്ള SBG-യാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ സുരക്ഷ സംബന്ധിച്ച വിഷയത്തിൽ സുരക്ഷാ സേനയ്ക്ക് തെറ്റായ വിവരം കൈമാറിയെന്ന ഗുരുതര വീഴ്ചയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഉണ്ടായത്. BJP നേതാവ് കൂടിയായ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ സംസ്ഥാനത്തെ BJP അധ്യക്ഷനെ കൂടി പങ്കെടുപ്പിക്കുകയെന്ന രാഷ്ട്രീയ ലക്ഷ്യത്തിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഗൂഢാലോചന നടന്നുവെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. ലെസ്ലി ജോൺ, തിരുവനന്തപുരം. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് മികച്ച തുടക്കം. ബാറ്റിംഗ് തുടരുന്ന പാകിസ്ഥാൻ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ 79 റൺസ് എന്ന നിലയിലാണ്. ഓപ്പണർമാരായ അസർ അലിയും ഫഖർ സമാനും ചേർന്ന് പാകിസ്ഥാന് മികച്ച തുടക്കമാണ് നൽകിയത്. ടോസ് നേടിയ ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി പാകിസ്ഥാനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. 10 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയും പാകിസ്ഥാനും ICC ലോക ടൂർണമെന്റിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. ആനന്ദ് മറ്റു വിവരങ്ങളുമായി ചേരുന്നു. ആനന്ദ്, മികച്ച തുടക്കമാണ് ഇരുവരും ചേർന്ന് പാകിസ്ഥാന് നൽകിയത്. മികച്ച റൺ റേറ്റ് തുടക്കത്തിൽ തന്നെയുണ്ട് ഈ പവർ പ്ലേ ഓവറുകളിൽ. ഒരു സ്കോർ തുടക്കം കണ്ടിട്ട് തീർച്ചയായും അസർ അലിയും ഫഖർ സമാനും ചേർന്നുള്ള ഓപ്പണിംഗ് നമുക്കറിയാം. അരുൺ തന്നെ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ. വലിയ ആവേശത്തിലാണ് ക്രിക്കറ്റ് പ്രേമികൾ ഒന്നാകെ. വളരെ വ്യത്യസ്തമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിർണായകമായ മത്സരങ്ങളിൽ ഏറ്റുമുട്ടുമ്പോഴെല്ലാം ക്രിക്കറ്റ് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളത്. നിലവിൽ ക്രിക്കറ്റ് വിദഗ്ധരെല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാൻ ബാറ്റിംഗ് ഒന്നാമത് തിരഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യ അവരെ ബാറ്റിങ്ങിന് വേണ്ടി അയക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിർണായകമായും അവർ തീരുമാനിക്കുക ഒരു ആശങ്കകൾക്കും ഇടയില്ലാതെ 300-ന് മുകളിലേക്കും 350-ന് മുകളിലേക്കും സ്കോർ കടത്തുക എന്ന നിശ്ചയദാർഢ്യത്തിന് മുകളിൽ മാത്രമായിരിക്കും ബാറ്റ് വീശുക. ഒരു ഭയവും ഇന്ത്യൻ ബോളർമാർ എത്ര മികച്ച ബോളർമാരാണെങ്കിലും ആ നിലയിലുള്ള ഒരു ആശങ്കകൾക്കും വകയില്ലാതെ 350-300-ന് മുകളിലേക്ക് സ്കോർ കടത്തുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തിൽ മാത്രമായിരിക്കും അവർ ബാറ്റ് വീശുക. ആ നിലയിലുള്ള തുടക്കം അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ നിലയിലാണ് അവർ ബാറ്റിംഗ് ആരംഭിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് വിവരം ലഭിക്കുമ്പോൾ 14 ഓവറിൽ 80 റൺസിന് ഒരു വിക്കറ്റും അവർക്ക് നഷ്ടമായിട്ടില്ല. അസർ അലിയും ഫഖർ സമാനും മികച്ച രീതിയിൽ തന്നെയാണ് ജസ്പ്രീത് ബുംറ അടക്കമുള്ള ആളുകൾക്കെതിരെ ബാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. വളരെ നല്ല ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അവരുടെ ബാറ്റിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് തുടക്കത്തിൽ തന്നെ ഒരു അവസരം പാഴായിരുന്നു. കാരണം ഫക്കറുടെ ക്യാച്ച് മിസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നോ ബോളിലൂടെ ഒരു മികച്ച അവസരം. കാരണം വിക്കറ്റ് തെറിപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സ്കോറിംഗ് കുറയ്ക്കാനുള്ള ഏറ്റവും ലളിതമായ യുക്തി. അതിനൊരു മികച്ച അവസരം തുടക്കത്തിൽ തന്നെ നഷ്ടമായിരുന്നു. തീർച്ചയായും കഴിഞ്ഞ കളികളെല്ലാം വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഹസൻ അലിയും ജുനൈദ് ഖാനും എന്ന മികച്ച 2 ബോളർമാരാണ് പാകിസ്ഥാൻ നിരയിലുള്ളത്. അവർ രണ്ടും മാത്രമായി ഈ ടൂർണമെന്റിൽ നിന്ന് വാരിക്കൂട്ടിയ 38 വിക്കറ്റുകളാണ്. ആ ഘട്ടത്തിൽ അവരോട് പരസ്പരം നമുക്ക് ബാലൻസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ശക്തി തെളിയിക്കാനോ കഴിയുന്നത് ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയാണ്. ഇന്ത്യയുടെ ബാറ്റിംഗ് നിര സുശക്തമാണ്. പക്ഷേ ഇന്ത്യയുടെ ബൗളിംഗ് നിരയിലുള്ള ഒരാൾ പോലും പാകിസ്ഥാന് പകരം വെക്കാൻ കഴിയുന്ന നിലയിലല്ല. അവിടെയാണ് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ജസ്പ്രീത് ബുംറയുടെ നോ ബോളിനാണ് ക്രീസിന് പുറത്തേക്ക് കാൽ വന്ന് നോ ബോൾ എറിയുമ്പോഴാണ് ആ വിക്കറ്റ് അസാധുവാവുകയും പവലിയനിലേക്ക് പോയ ബാറ്റ്സ്മാൻ തിരികെ വരികയും കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് പുരോഗമിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ 14 ഓവർ പൂർത്തിയാകുമ്പോൾ 82 റൺസിന് അവർ ബാറ്റിംഗ് പുരോഗമിക്കുകയാണ്. തീർച്ചയായും രവിചന്ദ്ര അശ്വിൻ അടക്കമുള്ള ലോകോത്തര ബോളർമാർ ഇവർക്കെതിരെ കൃത്യമായ ആസൂത്രണത്തിൽ പന്തെറിയുന്നുണ്ടെങ്കിലും നമുക്ക് കളി നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ആവേശകരമായ ഈ മത്സരത്തിൽ നിലവിലെ ലോക ചാമ്പ്യന്മാരായ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ബാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തമായ ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു വിരാട് കോഹ്ലിക്ക്. കാരണം ടോസ് നേടിയാൽ ബൗളിംഗ് തെരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു. ടോസ് ലഭിച്ചു, പാകിസ്ഥാനെ ബാറ്റിംഗിന് അയക്കുകയും ചെയ്തിരുന്നു. അത് ഗ്രൗണ്ടിന്റെ സവിശേഷമായ സാഹചര്യങ്ങൾ കൊണ്ടാണ്. കാരണം ന്യൂ ബോളിന്റെ ഒക്കെ ആനുകൂല്യം വ്യക്തമായി നേടും എന്നുള്ളതായിരുന്നു അതിനകത്ത് ഏറ്റവും ലളിതമായ യുക്തി.
പക്ഷേ കോഹ്ലിയുടെ തന്ത്രം പാളുന്നു എന്ന് കാണാനാകുമോ ഈ തുടക്കത്തിലെ ആദ്യ ഓവറുകൾ കാണുമ്പോൾ? കാരണം 14 ഓവറിൽ 86 റണ്ണിലേക്ക് എത്തിയിരിക്കുന്നു. മികച്ച റൺ റേറ്റ് ആണ് ഈ പ്രാഥമിക ഓവറുകളിൽ പാകിസ്ഥാൻ അടിച്ചുകൂട്ടുന്നത്. തീർച്ചയായും അരുൺ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണമായും തന്ത്രം പാളി എന്ന നിലയിലേക്ക് നമുക്ക് ഇപ്പോൾ വിലയിരുത്തുന്നത് ശരിയായ രീതിയായിരിക്കില്ല. പക്ഷേ കോഹ്ലി ഏറ്റവും അവസാനത്തെ കളിക്ക് ശേഷം ബംഗ്ലാദേശിനോട് സർവ്വശക്തിയും ആധിപത്യത്തിൽ വിജയിച്ച് ഫൈനലിലേക്ക് കടക്കുമ്പോൾ തന്നെ കോഹ്ലി സൂചിപ്പിച്ചതാണ് പാകിസ്ഥാന്റേതായ ദിവസങ്ങളിൽ അവർ ആക്രമണകാരികളാണ്, അവരെ പിടിച്ചു കെട്ടുക അത്ര എളുപ്പമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഈ ടീം സ്വാഭാവികമായും ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തുക തന്നെ ചെയ്യുമെന്ന തിരിച്ചറിവും തുറന്നു പറച്ചിലോടും കൂടിയാണ് ഫൈനലിലേക്ക് ഇന്ത്യൻ ടീം കടന്നു വന്നത്. അതും ലോകത്തിലെ ഏറ്റവും 1-ാം നമ്പർ ബാറ്റ്സ്മാനായിരിക്കുന്ന വിരാട് കോഹ്ലി, ഇന്ത്യയുടെ നായകൻ കൂടിയാണ്. അദ്ദേഹം തന്നെയാണ് ഇത് സൂചിപ്പിച്ചത്. കാരണം അത് സൂചിപ്പിക്കുമ്പോഴുള്ള വസ്തുതകളും പുതുമയും ഇതുവരെ ലോക ക്രിക്കറ്റിൽ ചരിത്രത്തിൽ തന്നെ പുതിയ ഏടാണ്. കാരണം ഒരു വലിയ പുതിയ നിരയാണ് ഇന്ത്യ പോലെ ഏറ്റവും മികച്ച പരിചയസമ്പന്നരായ ഒരു ടീമിന് നേരെ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ അവർ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. മാലിക് അടക്കമുള്ള ചില ആളുകൾ മാത്രമാണ് പരിചയസമ്പന്നരായിട്ടുള്ളത്. സർഫറാസ് ഖാന്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ ടീമാണ് ഇന്ത്യയെ ചാമ്പ്യൻസ് ട്രോഫിയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ആത്മവിശ്വാസത്തോട്, വിക്കറ്റുകൾ പോകാതെ ആത്മവിശ്വാസത്തോടു കൂടി ബാറ്റിംഗ് തുടരുകയാണെങ്കിൽ, ഈ പാർട്ണർഷിപ്പ് പുരോഗമിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യയുടെ കണക്കുകൂട്ടൽ പിഴയ്ക്കുമെന്ന അർത്ഥത്തിലേക്ക് പോകും. 300-ന് മുകളിലേക്ക് സ്കോർ വന്നാൽ ഇന്ത്യൻ ബാറ്റിംഗ് നിര ശക്തമാണെങ്കിലും തീർച്ചയായും ചില ദിവസങ്ങൾ പാകിസ്ഥാന്റേതാണ്. ആ ദിവസങ്ങളിൽ പാകിസ്ഥാൻ അവരുടെ മികവ് തെളിയിക്കാറുണ്ട് എന്ന കോഹ്ലിയുടെ മറ്റൊരു നിരീക്ഷണത്തിന് സാധ്യത കൂടുന്ന സാഹചര്യമുണ്ട്. അനന്താണ് വിവരങ്ങൾ നൽകിയത്. പുതുവൈപ്പിനിൽ നാട്ടുകാരെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ കുറ്റക്കാരനായ സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ട് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് തന്നെ മങ്ങലേൽപ്പിക്കുന്ന വിധത്തിൽ ആ സമരത്തോട് പോലീസ് കൈക്കൊണ്ട സമീപനം ഒരു തരത്തിലും ന്യായീകരിക്കാനാകില്ല. DCP യതീഷ് ചന്ദ്രയുടെ നടപടികൾ വലിയ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രസ്തുത ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ നടപടികളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുകയും ചെയ്യണമെന്ന് VS കത്തിൽ ആവശ്യപ്പെട്ടു. ജൂലൈ 1 മുതൽ GST നടപ്പാക്കുന്നതിന് കേന്ദ്രം സജ്ജമല്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. എന്നാൽ സംസ്ഥാനത്തെ GST IT നെറ്റ്വർക്ക് പൂർണ്ണ സജ്ജമാണ്. ഈ സാഹചര്യത്തിൽ പരിമിതികൾക്കുള്ളിൽ നിന്ന് GST നടപ്പാക്കുന്നത് ഇന്നത്തെ യോഗം ചർച്ചയും ലോട്ടറിയുടെ നികുതി കാര്യവും ചർച്ചയാകും. അടുത്ത മാസം 1 മുതൽ ചരക്ക് സേവന നികുതി നടപ്പിലാക്കാൻ കേരളം പൂർണ്ണമായും സജ്ജമാണെങ്കിലും കേന്ദ്രത്തിന്റെ തയ്യാറെടുപ്പുകൾ അപൂർണമെന്നാണ് ധനമന്ത്രി തോമസ് ഐസക് അറിയിച്ചത്. നമ്മുടെ IT സംവിധാനം പൂർണ്ണമായും കാര്യക്ഷമമാണ്. എന്നാൽ ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ GSTN സംവിധാനം വേണ്ടത്ര തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ബാങ്കുകളും വിമാന കമ്പനികളും ചരക്ക് സേവന നികുതി നടപ്പിലാക്കാൻ പൂർണ്ണമായും സജ്ജമായിട്ടില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ചരക്കുകളുടെ നീക്കം മനസ്സിലാക്കാനാകുന്ന ഇ-വേ ബിൽ സംവിധാനം നാഷണൽ ഇൻഫോർമാറ്റിക് സെന്ററുമായി ബന്ധിപ്പിച്ചിട്ടില്ല. ഇതിന് 3 മാസമെങ്കിലും സമയമെടുക്കുമെന്നാണ് വിലയിരുത്തൽ. അതുവരെ ചെക്ക് പോസ്റ്റുകൾ തുടരാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനം. സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ GST ശൃംഖല ചെയർമാൻ നവീൻ കുമാറിനെ പുറത്താക്കണമെന്ന് BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ആവശ്യപ്പെട്ടു. GST അബാധകളില്ലാതെ നടപ്പാക്കാൻ പ്രധാനമന്ത്രി പ്രത്യേക സമിതിയെ ചുമതലപ്പെടുത്തണമെന്നും സുബ്രഹ്മണ്യൻ സ്വാമി ചൂണ്ടിക്കാട്ടി. ലോട്ടറിയുടെ മുഖവിലയ്ക്ക് പരമാവധി നികുതിയായ 28% നികുതി ചുമത്തണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. നിർദ്ദിഷ്ട 18% നിന്ന് ഉപയോഗമില്ലാത്ത പ്ലാസ്റ്റിക്കിന് നികുതി ഒഴിവാക്കണമെന്നും സംസ്ഥാനം ആവശ്യപ്പെട്ടു. ഇതടക്കം തർക്കമുള്ള ഉൽപ്പന്നങ്ങളുടെ നികുതിയും പുനഃക്രമീകരിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്വാമി ഗംഗേശാനന്ദയുടെ ജനനേന്ദ്രിയം മുറിച്ച സംഭവത്തിൽ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനം. ഇത് സംബന്ധിച്ച ശുപാർശ റേഞ്ച് IG DGPക്ക് കൈമാറി. അതേസമയം ഇക്കാര്യത്തെക്കുറിച്ചുള്ള തീരുമാനം നാളെ ഉണ്ടാകും. സ്വാമി ഗംഗേശാനന്ദയുടെ ജനനേന്ദ്രിയം മുറിച്ച സംഭവത്തിൽ പെൺകുട്ടി പുതിയ വെളിപ്പെടുത്തലുമായി വന്ന സാഹചര്യത്തിലും നിലവിലെ അന്വേഷണ സംഘം കേസന്വേഷണം തൃപ്തികരമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലുമാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നത്. കേസിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് പങ്കുണ്ടെന്ന പരാതിയും പ്രതിഭാഗം അഭിഭാഷകൻ എഴുതിയ കത്തും പിന്നാലെ വന്ന ടെലിഫോൺ സംഭാഷണവും വെളിപ്പെടുത്തലുകളും ഒപ്പം പരിഗണിക്കുന്നുണ്ട്. അന്വേഷണം കൈമാറുന്നതിനുള്ള ശുപാർശ തിരുവനന്തപുരം റേഞ്ച് IG DGPക്ക് കൈമാറി. കോടതിയിൽ ഹാജരാക്കിയ കത്തും ടെലിഫോൺ സംഭാഷണവും അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കും. പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് മൊഴിമാറ്റുന്ന സാഹചര്യത്തിൽ ബ്രെയിൻ മാപ്പിംഗ് ടെസ്റ്റിനും പോളിഗ്രാഫ് ടെസ്റ്റിനും വിധേയമാക്കണമെന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെടും. അന്വേഷണം കൈമാറുന്നത് സംബന്ധിച്ച തീരുമാനം നാളെയുണ്ടാകുമെന്നാണ് സൂചന. അതേസമയം സ്വാമി ഗംഗേശാനന്ദയുടെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് പകർച്ചപ്പനി ബാധിച്ച ഇന്നലെ 10 പേർ മരിച്ചു. തിരുവനന്തപുരം നേമത്ത് 8 വയസ്സുകാരനും
പാങ്ങോട് സൈനിക ക്യാമ്പിലെ ഒരു സൈനികനും മരിച്ചു. ശനിയാഴ്ച മാത്രം സംസ്ഥാനത്ത് 18,873 പേർ പകർച്ചപ്പനിക്ക് ചികിത്സ തേടിയെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. ശനിയാഴ്ച മാത്രം 138 പേരാണ് ഡെങ്കിപ്പനിക്ക് ചികിത്സ തേടിയത്. തിരുവനന്തപുരം ജില്ലയിൽ 70 പേർക്ക് ഇതുവരെ രോഗബാധ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പനിയും മറ്റ് പകർച്ചവ്യാധികളും വ്യാപിക്കുന്നത് തടയാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാലിന്യ നിർമ്മാർജ്ജനത്തിന് പൊതുജന സഹകരണത്തോടെ സർക്കാർ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തിവരികയാണ്. എന്നാൽ അതിൽ പൂർണ്ണ വിജയം ഉണ്ടാകാൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പകർച്ചപ്പനി വ്യാപിക്കാൻ ഇടയാകുന്നത്. പനി വ്യാപിക്കുന്നത് തടയാനും രോഗം ബാധിച്ചവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കാനും സാധ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് പകർച്ചപ്പനി പടർന്നു പിടിക്കുന്നത് തടയുന്നതിൽ ആരോഗ്യവകുപ്പ് പരാജയമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. അതേസമയം നിലവിലെ സാഹചര്യത്തിൽ പകർച്ചപ്പനി തടയുന്നതിൽ ഫലപ്രദമായ ഇടപെടൽ നടത്താമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും രമേശ് ചെന്നിത്തല പറഞ്ഞു. പനി വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് പകർച്ചപ്പനി വ്യാപകമാകുന്ന പശ്ചാത്തലത്തിലും ഡെങ്കി ഉൾപ്പെടെയുള്ള പനി ബാധിച്ച നിരവധി പേർ മരണമടയുന്ന സാഹചര്യത്തിലുമാണ് സർക്കാരിന്റെ അടിയന്തര ഇടപെടലിനായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ക്ലിഫ് ഹൗസിലായിരുന്നു കൂടിക്കാഴ്ച. സംസ്ഥാനത്ത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ വൻ വീഴ്ചയുണ്ടായി. സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല, മരുന്നുമില്ല തുടങ്ങിയ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. തുടർന്ന് വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ഇന്ന് തന്നെ അദ്ദേഹം മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിക്കാം. 2 ദിവസത്തേക്ക് അദ്ദേഹം ഇവിടെ ഉണ്ടാവില്ല, ഹൈദരാബാദിൽ പോവുകയാണ്. അതിനു മുമ്പ് ആരോഗ്യമന്ത്രിയുമായും ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുമായും നേരിട്ട് സംസാരിക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മെട്രോ റെയിൽ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന് പ്രതിഷേധമുണ്ട്. കുമ്മനം രാജശേഖരന്റെ മെട്രോ യാത്രയിൽ വിവാദത്തിനില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ക്ലിഫ് ഹൗസിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ജനറൽ ആശുപത്രി, മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെത്തി പനി ബാധിതരെയും സന്ദർശിച്ചു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മകളെ പൊതുവിദ്യാലയത്തിൽ ചേർത്ത സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഭാര്യയായ സ്വകാര്യ സ്കൂൾ അധ്യാപികയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി പരാതി. കോട്ടയം മണ്ണാർക്കുന്നം സെന്റ് ജോർജ് സ്കൂളിലെ അധ്യാപിക സുഷമയാണ് പരാതിക്കാരി. നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട സുഷമ വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകി. ഏറ്റുമാനൂർ വിദ്യാഭ്യാസ ഉപജില്ലയിൽപ്പെട്ട അതിരമ്പുഴ 22-ാം വാർഡിലെ സെന്റ് ജോർജ് സ്കൂളിലെ അധ്യാപിക എസ് സുഷമയെയാണ് മാനേജ്മെന്റ് പിരിച്ചുവിട്ടത്. സുഷമയുടെ ഭർത്താവ് PD പൊന്നപ്പൻ കോട്ടയം ഗവൺമെന്റ് കോളേജിലെ ലൈബ്രറി അസിസ്റ്റന്റും NGO യൂണിയൻ ജില്ലാ കൌൺസിൽ അംഗവുമാണ്. സർക്കാർ ആഹ്വാനപ്രകാരം ഇവരുടെ മകളെ തൊട്ടടുത്തുള്ള പൊതുവിദ്യാലയത്തിൽ ചേർത്തതിനാണ് മാനേജ്മെന്റ് പിരിച്ചുവിട്ടത്. തനിക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് സുഷമ വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകി. നിങ്ങളുടെ തീരുമാനം സർക്കാർ സ്കൂളിൽ ചേർക്കാന്നുള്ളതാണെങ്കിൽ ഞങ്ങളുടെ തീരുമാനം ഇനി ഇവിടെ പഠിപ്പിക്കേണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് പടിക്ക് പുറത്തിറങ്ങാൻ പറഞ്ഞു. ഇപ്പൊ അവര് പറയുന്നത് എന്താണെന്നറിയാമോ? സ്വയം പോകുന്നതാണെന്ന്. സ്വയം പോകുന്ന ഞാൻ എന്തിനാ വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി കൊടുക്കുന്നത്? 15 വർഷമായി ഈ സ്കൂളിലെ സംഗീത അധ്യാപികയാണ് സുഷമ. മകളെ തിരികെ കൊണ്ടുവന്നാൽ മാത്രമേ സ്കൂളിൽ കയറ്റൂവെന്നാണ് സ്കൂൾ അധികൃതരുടെ നിലപാട്. സ്കൂളിന് LP തലം വരെ മാത്രമേ അംഗീകാരമുള്ളൂവെന്നും സുഷമ ആരോപിക്കുന്നു. 1 മുതൽ 4 വരെയും കേരള സിലബസിന് മാത്രം അംഗീകാരമുള്ള സ്കൂളായത്. CBSEക്ക് യാതൊരു അംഗീകാരവും ഇല്ല. അതേസമയം അധ്യാപിക സ്വയം പിരിഞ്ഞുപോയതാണെന്നാണ് സെന്റ് ജോർജ് സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോഴിക്കോട് മൊകവൂരിൽ പാചകവാതക ടാങ്കർ ലോറി മറിഞ്ഞു. പാചകവാതകം ചോരാത്തതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. പുലർച്ചെ 3 മണിയോടെയാണ് വെങ്ങളം രാമനാട്ടുകര ബൈപ്പാസിൽ മൊകവൂരിൽ പാചകവാതക ടാങ്കർ ലോറി മറിഞ്ഞത്. മംഗലാപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. മുന്നിൽ സഞ്ചരിക്കുകയായിരുന്ന കാറിൽ ഇടിച്ചതിന് ശേഷം വെട്ടിക്കുന്നതിനിടെ ടാങ്കർ മറിയുകയായിരുന്നു. പാചകവാതകം ചോരാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറി അമിത വേഗതയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. 3 മണിക്കാണ് നടന്നത്. വണ്ടി ഭയങ്കര സ്പീഡിലായിരുന്നു ടാങ്കർ ലോറി. അത് നേരെ കാറിനെ ഇടിച്ചിട്ട് ആ സ്പീഡിൽ തന്നെ വണ്ടി മറിയുകയും ചെയ്തു. ഡ്രൈവർക്ക് കൂടുതലായി പരിക്കൊന്നുമില്ല. പിന്നെ കൃത്യസമയത്തിന് പോലീസും നാട്ടുകാരൊക്കെ വന്നിരുന്നു. നമ്മുടെ എന്താ പറയുക, വലിയൊരു അപകടമാണ് ഇപ്പോൾ ഇവിടെ കഴിച്ചിലായത്. അപകടം നടന്ന ഉടൻ ഫയർഫോഴ്സും പോലീസ് സംഘവും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. ജില്ലാ കളക്ടർ UV ജോസ്, MK രാഘവൻ MP, IOC അധികൃതർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. ക്രെയിൻ ഉപയോഗിച്ച് ടാങ്കർ ലോറി ഉയർത്തിയതിനു ശേഷം ഗ്യാസ് നിറച്ച ക്യാപ്സൂൾ IOCയുടെ മറ്റൊരു ക്യാബിനിലേക്ക് മാറ്റി കൊച്ചിയിലേക്ക് കൊണ്ടുപോയി. അപകടത്തെ തുടർന്ന് ബൈപ്പാസിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
വേതന വർധനവ് ആവശ്യപ്പെട്ട് തൃശൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ നാളെ മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക്. സർക്കാർ ആശുപത്രികളിലേതിന് തുല്യമായ ശമ്പളം നൽകാനും വിവിധ കമ്മീഷനുകൾ നിർദ്ദേശിച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും മാനേജ്മെന്റുകൾ തയ്യാറാകാത്തതിനെ തുടർന്നാണ് സമരം. അത്യാഹിത വിഭാഗത്തിലുള്ളവർ ഒഴികെ മറ്റെല്ലാ നഴ്സുമാരും പണിമുടക്കിൽ പങ്കെടുക്കും. മുൻകാല സമരങ്ങൾ ഒത്തുതീർപ്പാക്കാൻ വിവിധ കമ്മീഷനുകൾ നിർദ്ദേശിച്ച നിബന്ധനകൾ ആശുപത്രി മാനേജ്മെന്റുകൾ നടപ്പാക്കാൻ തയ്യാറായിട്ടില്ല. ഇതിനു പുറമെ ജോലിക്കനുസരിച്ചുള്ള വേതനമെന്ന അടിസ്ഥാന ആവശ്യത്തെയും അംഗീകരിക്കാതെ വന്നതോടെയാണ് നഴ്സുമാർ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നത്. പ്രതിഷേധത്തിന്റെ ആദ്യപടി എന്ന നിലയിൽ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ ശക്തി കേന്ദ്രമായ തൃശൂർ ജില്ലയിൽ പണിമുടക്ക് ആരംഭിക്കും. സ്വകാര്യ മെഡിക്കൽ കോളേജുകളടക്കം ജില്ലയിലെ 44 ആശുപത്രികളിലാണ് സമരം. രോഗികളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ട് പൊതു സമൂഹത്തിന് നഴ്സിംഗ് മേഖല ഒഴിച്ചുകൂടാനാവാത്ത ഒരു മേഖലയാണെന്നുള്ള ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ 27 വരെ ആശുപത്രികളിൽ ഏറ്റവും മിനിമം സ്റ്റാഫിനെ നൽകിക്കൊണ്ട് മറ്റുള്ളവരാണ് സമരത്തിലേക്ക് ഇറങ്ങുക. 5000-ലധികം നഴ്സുമാരാണ് പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ മുടങ്ങാതിരിക്കാൻ ചുരുക്കം നഴ്സുമാർ ജോലിക്കെത്തും. ഇവർ ഈ ദിവസങ്ങളിലെ ശമ്പളം വാങ്ങാതെയാണ് പ്രതിഷേധത്തിൽ പങ്കാളികളാകുന്നത്. ഈ മാസം 27 നടക്കുന്ന യോഗത്തിൽ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തെ 180ഓളം ആശുപത്രികളിലേക്ക് സമരം വ്യാപിപ്പിക്കാനാണ് UNAയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഉപരോധങ്ങളെ മറികടക്കാൻ ഇന്ത്യയിൽ നിന്നും കടൽ മാർഗം ചരക്കുകൾ എത്തിക്കാനുള്ള സാധ്യത ഖത്തർ പരിശോധിക്കുന്നു. മറ്റ് ഗൾഫ് രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ രാജ്യത്തെ ജനങ്ങളെ ഒരു തരത്തിലും ബാധിക്കാതിരിക്കാനായി ദ്രുതഗതിയിലുള്ള നടപടികളാണ് ഖത്തർ ഭരണകൂടം സ്വീകരിക്കുന്നത്. ഇന്ത്യയിൽ കിഴക്ക് പടിഞ്ഞാറ് തുറമുഖങ്ങളിൽ നിന്നുള്ള ചരക്കുകളും തെക്ക് കിഴക്കനേഷ്യ, പശ്ചിമേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള ചരക്കുകളും മുദ്ര തുറമുഖത്ത് സ്വീകരിച്ചു. ആഴ്ചയിൽ വെള്ളിയാഴ്ച ഖത്തർ ഹമദ് തുറമുഖത്ത് 710 കണ്ടെയ്നറുകളാണ് എത്തിച്ചേരുക. പ്രാദേശികമായ വിപണികളെ ഊർജിതമാക്കാനാണ് മേഖലയിലെ ശക്തമായ വ്യാപാര കേന്ദ്രമായി ഹമദ് തുറമുഖത്തെ മാറ്റാനാണ് ഒമാനിലെ സൊഹർ തുറമുഖത്തു നിന്നും കപ്പൽ നേരിട്ട് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ തെക്ക് കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലേക്കും ഹമദ് തുറമുഖത്തു നിന്നും പുതിയ സർവീസുകൾക്ക് തുടക്കമിടുമെന്നും ഹമദ് തുറമുഖം ഡയറക്ടർ ക്യാപ്റ്റൻ അബ്ദുള്ള അസീസ് അലിയാഫി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദുബായ്. പടിഞ്ഞാറൻ ലണ്ടനിലുണ്ടായ തീപിടുത്തത്തിൽ മരണം 58ആയി. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. 70ഓളം പേരെ കാണാതായ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ആഴ്ചകളെടുക്കുമെന്നാണ് ലണ്ടൻ പോലീസ് അറിയിച്ചത്. പടിഞ്ഞാറൻ ലണ്ടനിലെ തീപിടുത്തത്തിന്റെ നടുക്കം മാറാതെയാണ് ഇന്നും നഗരവാസികൾ. ദിനംപ്രതി മരണസംഖ്യ ഉയരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ആഴ്ചകളെടുക്കുമെന്നും ലണ്ടൻ പോലീസ് അറിയിച്ചു. മൃതദേഹങ്ങൾ പൂർണ്ണമായും കണ്ടെത്താനായിട്ടില്ലെന്നും അതിനാൽ മരണസംഖ്യ ഇനിയും കൂടിയേക്കാമെന്നുമാണ് റിപ്പോർട്ടുകൾ. ബുധനാഴ്ച പ്രാദേശിക സമയം 1:15ഓടെയാണ് തീപിടുത്തമുണ്ടായത്. കെട്ടിടത്തിന്റെ 2ാം നിലയിൽ നിന്നും തീ പടർന്നു പിടിച്ചതായാണ് കരുതുന്നത്. എന്നാൽ തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. 120ഓളം ഫ്ളാറ്റുകളുള്ള ഗ്രെൻഫെൽ ടവറാണ് തീയിൽ കത്തിയമർന്നത്. 1947 നിർമ്മിച്ച കെട്ടിട സമുച്ചയം നഗരത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ബഹുനില കെട്ടിടങ്ങളിലൊന്നാണ്. അഗ്നിശമന സേനയുടെ 40 യൂണിറ്റും 200ഓളം സുരക്ഷാ പ്രവർത്തകരും ചേർന്നാണ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. കെട്ടിടത്തിനുള്ളിൽ മൃതദേഹങ്ങൾ ഉണ്ടാവാമെന്ന സംശയത്തിൽ തിരച്ചിൽ തുടരുകയാണ്. തീപിടുത്തത്തിൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തിയമർന്നിട്ടുണ്ട്. സമീപ പ്രദേശത്തും പുക പടർന്നതിനെ തുടർന്ന് നിരവധി പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്. ആലപ്പുഴയുടെ വൻ വികസന കുതിപ്പിന് വഴിവെക്കുന്ന മൊബിലിറ്റി ഹബ് സ്ഥാപിക്കാൻ ആലോചന. പരിസ്ഥിതി സൗഹൃദമായി നിർമ്മിക്കുന്ന പദ്ധതിയുടെ വിശദാംശങ്ങൾ വെബ്സൈറ്റിലിടാനും ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വരൂപിക്കാനും ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് നിർദ്ദേശിച്ചു. പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് ഹബിന്റെ രൂപരേഖ അവതരിപ്പിച്ചത്. സ്പെഷ്യൽ ഓഫീസർ N പത്മകുമാറും യോഗത്തിൽ പങ്കെടുത്തു. പദ്ധതി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കാനും യോഗത്തിൽ തീരുമാനമായി. നഗരവികസനത്തിനായി റെയിൽ, ബോട്ട്, ബസ് യാത്രാ സൗകര്യങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ് മൊബിലിറ്റി ഹബ്ബ് ലക്ഷ്യമിടുന്നത്. നിലവിലുള്ള ബസ് സ്റ്റാൻഡ് അത്യാധുനിക രീതിയിൽ വികസിപ്പിച്ച് 2 നിലകളായാണ് പദ്ധതി വിഭാവന ചെയ്യുന്നത്. ഇതോടൊപ്പം ബോട്ട് ജെട്ടി പുനർനിർമ്മിച്ച് വലിയ സാംസ്കാരിക സമുച്ചയവും വിഭാവന ചെയ്യുന്നു. 4 കിലോമീറ്റർ അകലെയുള്ള റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാരെ ഹബ്ബിലേക്ക് എളുപ്പത്തിലെത്തിക്കാൻ പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ മോണോ റെയിലും ലക്ഷ്യമിടുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ നിലയിൽ മോണോ റെയിലിനേക്കാൾ മികച്ച AC ബസ്സുകൾ ഓടിക്കുകയാണ് നല്ലതെന്ന് ധനമന്ത്രി പറഞ്ഞു. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പൊതുമരാമത്ത് വകുപ്പ് പരിഗണനയിലുണ്ടെന്നും ഇതിന്റെ ഭാഗമായി ഈ പദ്ധതിയെയും മാറ്റിയെടുക്കാൻ കഴിയുമെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു.
ആലപ്പുഴ ടൂറിസത്തിന്റെ പ്രധാന കണ്ണിയായ കനാലുകളുടെ ഒരു ഭാഗത്തുകൂടി മോണോറെയിൽ സംവിധാനം ഒരുക്കാനാണ് ഒരു രൂപരേഖ. ഇത് പദ്ധതിയുടെ 2ാം ഘട്ടത്തിലാണ് വിഭാവന ചെയ്യുന്നത്. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് ഉറപ്പാക്കിയാൽ സാമ്പത്തികം ഒരു പ്രശ്നമാകില്ലെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഉറപ്പു നൽകി. പൊതുമരാമത്ത് വകുപ്പ്, കിഫ്ബി ഉൾപ്പെട്ട മറ്റു വകുപ്പുകൾ എന്നിവയുടെ സംയുക്ത യോഗം ചേർന്ന് ഭാവി പരിപാടികൾക്ക് രൂപം നൽകാനും ധാരണയായി. മൊബിലിറ്റി ഹബിന്റെ വിശദമായ പദ്ധതി രേഖ സമർപ്പിക്കാൻ 5 മാസം വേണ്ടിവരും. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. അല്ലാഹു തആല പറയാം, വഅൻഫിഖൂ മിമ്മാ റസഖനാക്കും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, മരണം വരുന്നതിന് മുമ്പ്. ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അടുത്ത നിമിഷം വരേക്ക് പടച്ചവനെ എന്നെ ഒന്ന് പിന്തിച്ചുകൊണ്ട എൻ്റെ ജീവിതം കുറച്ചുകൂടി ജീവിക്കാനുള്ള ഒരു അവസരം നൽകേ എന്ന് മനുഷ്യൻ കൊതിച്ചു പോകുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടം വരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് ദൈവം തമ്പുരാൻ നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക.